Hello, my dear students. Good morning and welcome back to Professional Business Skills Session 45. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ബിഗ് ഡേറ്റ അനാലിസിസ് അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൊണ്ടും അതിൻ്റെ വോള്യൂം കൊണ്ടും ഒരുപാട് ഇനോർമസ് എമൗണ്ട് ഓഫ് ഡേറ്റനെയാണ്, അതിൻ്റെ ഗ്രോത്തും വളരെ സ്പീഡി ആയിട്ടുള്ള ആ ഡേറ്റ സെറ്റിനെയാണ് നമ്മൾ ബിഗ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ആ ബിഗ് ഡേറ്റ അതിൻ്റെ സൈസ് കൊണ്ടും അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ഈ അനാലിസിസിൽ നമ്മൾ ബിഗ് ഡേറ്റ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അത് കാര്യം സൈസ് വളരെ കൂടുതലാണെങ്കിലും അതിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളിപ്പോൾ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ബിസിനസ് കൺസെപ്റ്റ്സിൽ ഇപ്പോൾ നമ്മൾ ബിസിനസ് ഇൻ്റലിജൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ബിസിനസ് അനാലിറ്റിക്സ് നടത്തുന്നുണ്ട്, ഡേറ്റ മൈനിങ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് തുല്യമായിട്ട് തന്നെയാണ് ഈ ബിഗ് ഡേറ്റയുടെ ആ ഒരു അനാലിസിസും നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഈ പറയുന്ന അനലിറ്റിക്സിലും റിസർച്ചിലൊക്കെ നമ്മൾ ഒരുപാട് ഡേറ്റ സെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സയൻറ്റിസ്റ്റുകളും പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് എപ്പോഴും ബിഗ് ഡേറ്റയും വളരെ അനിവാര്യമാണ്. കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് അതിൽ നിന്നും കിട്ടും. അതാണ് ഈ പറയുന്ന ബിഗ് ഡേറ്റയുടെ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ ഈ ബിഗ് ഡേറ്റയ്ക്ക് ഉള്ള 4 ഡയമെൻഷൻസ് ഓഫ് ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ 4 V's ഓഫ് ബിഗ് ഡേറ്റ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വോള്യൂം, വെലോസിറ്റി, വെറൈറ്റി ആൻഡ് വെറാസിറ്റി. ഇതാണ് നമ്മളുടെ ബിഗ് ഡേറ്റയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് വോള്യൂം എന്ന് പറയാം. എന്താണ് വോള്യൂം? ശരിക്കും ഈ വോള്യൂം എന്ന് പറയുന്നത് നമ്മുടെ ആ ബിഗ് ഡേറ്റയുടെ സൈസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് അത്രയധികമുള്ള ബിഗ് ഡേറ്റ നമ്മൾ എത്രത്തോളം നമ്മളതിനെ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ അതിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ടെറാബൈറ്റ്സ്, പെറ്റാബൈറ്റ്സ് എന്നുള്ള രീതിയിൽ അത്രയും ഹൈ വോള്യത്തിലേക്കാണ് ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ടെക്നോളജി എന്ന് പറയുന്നതും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വേണ്ടി വരികയാണ്. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറേജിലൊന്നും ഇത് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ നമുക്ക് ലാപ്ടോപ്പ് അതുപോലെ ഡെസ്ക്ടോപ്പ് പ്രോസസ്സേഴ്സ് വെച്ചിട്ട് ഈ പറയുന്ന ബിഗ് ഡേറ്റേനെ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ യൂറോപ്പിൽ അതിൽ ഒരു ദിവസം എത്ര ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ എടുക്കുകയാണെങ്കിൽ അത്രയധികം ഹൈ വോള്യൂം ഡേറ്റ സെറ്റാണ് അതിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗ്യാദർ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം വോള്യൂം ഉദ്ദേശിക്കുന്നത് ആ ബിഗ് ഡേറ്റയുടെ സൈസിനെയാണ്. ഓക്കെ, ഓക്കെ, നമ്മളുടെ ബിഗ് ഡേറ്റയുടെ ഡയമെൻഷൻസിൽ നമ്മൾ വോള്യൂം എന്താണെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെലോസിറ്റിയാണ്. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബിഗ് ഡേറ്റ എത്ര സ്പീഡായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എത്ര സ്പീഡായിട്ട് ആ ഡേറ്റ വോള്യൂം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അതിനെയാണ് നമ്മൾ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ വെലോസിറ്റി ഡേറ്റ വരുമ്പോൾ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേക പ്രോസസ്സിംഗ് ടെക്നിക്സ് തന്നെയാണ് ആവശ്യം. ഓക്കെ, പിന്നെ അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്വിറ്ററിലുണ്ടാവുന്ന മെസ്സേജസ്, ഫേസ്ബുക്കിലുണ്ടാവുന്ന പോസ്റ്റുകൾ, ഇത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഹൈ വെലോസിറ്റി ഡേറ്റയാണ്, ബിഗ് ഡേറ്റയാണ്. ഓക്കെ, പിന്നെ വെറൈറ്റി ആണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ ബിഗ് ഡേറ്റയിൽ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലുള്ള ഡേറ്റ മാത്രമല്ല കിട്ടുന്നത്, പല വെറൈറ്റി ഡേറ്റാസാണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ ആ വെറൈറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ ആ ബിഗ് ഡേറ്റേനെ 3 ടൈപ്പായിട്ടാണ് നമ്മൾ ജനറലി കാറ്റഗറൈസ് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ, സെമി സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ ആൻഡ് അൺസ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ.
അതിൽ ഈ വെറൈറ്റി ഓഫ് ഡേറ്റ ഇങ്ങനെ വരുന്നത് അത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കത് അനലൈസ് ചെയ്യാൻ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് കേപ്പബിലിറ്റീസും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അൽഗോറിതംസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഹൈ വെറൈറ്റി ഡേറ്റ ഇപ്പോൾ ഒരു സിറ്റി ലൊക്കേഷനിലുള്ള CCTV ക്യാമറയിൽ നിന്നും അതിൽ ഓഡിയോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ ഒരുപാട് ഫയൽ സെറ്റ്സ് കിട്ടുന്നുണ്ട്. അതെല്ലാം വെറൈറ്റി ഡേറ്റാസാണ്. പിന്നെ വെറാസിറ്റി. എന്താണ് വെറാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഈ ബിഗ് ഡേറ്റയുടെ ക്വാളിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ വെറാസിറ്റി ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ലോ വെറാസിറ്റി ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹൈ പെർസെൻറ്റേജ് മീനിങ്ലെസ് ഡേറ്റയാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് നോൺ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അങ്ങനെയുള്ള നോൺ വാല്യുബിൾ ഡേറ്റ സെറ്റിനെ നമ്മൾ സിംപ്ലി നോയ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൈ വെറാസിറ്റി ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ഈ പറയുന്ന മെഡിക്കൽ എക്സ്പെരിമെൻ്റ് ആൻഡ് ട്രയലിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ്. അതിൽ നിന്നും ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതാണ് വെറാസിറ്റി. ഓക്കെ, നമ്മളുടെ ഈ ബിഗ് ഡേറ്റയുടെ ആ ഒരു ഡയമെൻഷനിൽ ഹൈ വോള്യൂമുള്ള, ഹൈ വെലോസിറ്റി ഉള്ള, ഹൈ വെറൈറ്റി ഉള്ള, അതുപോലെ ഹൈ വെറാസിറ്റി ഉള്ള ഡേറ്റാസൊക്കെ പ്രോസസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസാണ് വേണ്ടി വരുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലറ്റിക്കൽ ആൻഡ് അൽഗോറിതം ടൂൾസാണ് വേണ്ടി വരുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ബിഗ് ഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് നമ്മളൊരു നോളേജ് ഡൊമൈൻ ഫോം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ആ ബിഗ് ഡേറ്റ അത്രമാത്രം സ്റ്റോർ ചെയ്യാനും അതുപോലെ അത് പ്രോസസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു നോളേജ് ഡൊമൈനെ നമ്മൾ ബിഗ് ഡേറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ വെറൈറ്റി ഹൈ വെറൈറ്റിയുടെ ഇതിൽ നമ്മൾ ബിഗ് ഡേറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പല ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിലാണ് നമുക്ക് ഡേറ്റാസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു എന്ന് പറഞ്ഞു: സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യം വരുന്നത് സ്ട്രക്ചേർഡ് ആണ്. എന്താണ് സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും അസസ് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും ഒരു ഫിക്സഡ് ഫോമാറ്റിലുള്ള ഡേറ്റാസിനെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്കുണ്ടാവുന്ന അത്രയും ഡേറ്റാസ് ഒരു പർട്ടിക്കുലർ ഫോമാറ്റിൽ തന്നെ ഫോം ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ സ്ട്രക്ചേർഡ്, ദറ്റ് മീൻസ് അതിൻ്റെ ഫോമാറ്റ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ഡേറ്റാസിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ, അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മളുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടാലൻറ്റോട് കൂടിയിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് വാല്യൂസ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്. അത്രയും ഹ്യൂജ് എക്സ്റ്റെൻഡ് സൈസാണ് ഇങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റയ്ക്ക് ഫോം ചെയ്യുന്നത്. അതിപ്പോൾ ഫോം ചെയ്തിട്ടുള്ളത് ഈ മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് സീറ്റാ ബൈറ്റ്സിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ബൈറ്റ്സിൽ നിന്നും കിലോ ബൈറ്റ്സ് വന്നു, മെഗാബൈറ്റ്സ് വന്നു, ജിഗാബൈറ്റ്സ്, ടെറാബൈറ്റ്സ്, പെറ്റാബൈറ്റ്സ്, എക്സാബൈറ്റ്സ്, അത് കഴിഞ്ഞിട്ടാണ് സീറ്റാബൈറ്റ്സ് വരുന്നത്. സീറ്റാബൈറ്റും കൂടെ കഴിഞ്ഞാൽ പിന്നെ യോട്ടോബൈറ്റാണ്. അപ്പോൾ ആ സീറ്റാബൈറ്റിൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളുടെ ആ സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, ഓക്കെ, നമ്മുടെ സ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റയ്ക്ക് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളുടെ പ്ലേയേഴ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഇപ്പോൾ ന്യൂസിലാൻഡിലുള്ള, ഇന്ത്യയിലുള്ള അങ്ങനെയുള്ള പ്ലേയേഴ്സ്, അവരുടെ സ്കോഴ്സ്, അവരെത്ര മാച്ചസ് പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡേറ്റ. ഇത് സ്ട്രക്ചേർഡ് ഡേറ്റ ഈ ഫോമാറ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഒരുപാട് ഡേറ്റാസ് ഉണ്ടാവും, പല പ്ലേയേഴ്സിൻ്റെ ഓൾ ഓവർ ദ വേൾഡ്. പക്ഷെ നമുക്ക് ഒരേ ഫോമാറ്റിലാവുമ്പോൾ നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ രണ്ടാമത്തെ ഒരു ടൈപ്പ് വെറൈറ്റി വരുന്നതാണ് അൺസ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ ഈ വരുന്ന ഡേറ്റ ഏത് ഫോമിലാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഏതൊക്കെ ഫോമിലേക്ക് ക്ലാസിഫൈ ചെയ്യാമെന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. അത്രയും ഹൈ സൈസിലാണ് അത് വരിക.
ഓക്കെ, അപ്പോൾ അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും വാല്യൂസ് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ ഒരു ഹെട്രോജിനസ് ഡേറ്റാ സോഴ്സിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് അതിനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ചിലപ്പോൾ സിമ്പിൾ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്, ഇമേജസ് ആയിട്ടും വരാം, വീഡിയോസ് ആയിട്ടും വരാം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വരുമ്പോൾ അങ്ങനത്തെ ഡേറ്റാസിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഡേറ്റാസ് റോ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് അൺസ്ട്രക്ചേർഡ് ഫോമാറ്റിലായിരിക്കും. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്താലാണ് അതിനെ ഫർദർ അനാലിസിസിലേക്ക് നമുക്ക് വിധേയമാക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുള്ള എക്സാമ്പിൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, ഓക്കെ, അൺസ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റയ്ക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഗൂഗിൾ സെർച്ചിൽ ആഡോബ് ബിഗ് ഡേറ്റയെ കുറിച്ച് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുകയാണ്. ആഡോബ് ബിഗ് ഡേറ്റ എന്ന് വെച്ചാൽ ഈ ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ആഡോബ് യൂസ് ചെയ്യുന്നത്, അതാണ് ആഡോബ് ബിഗ് ഡേറ്റ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം 3,15,00,000 റിസൾട്ട്സാണ് കിട്ടിയിട്ടുള്ളത്. അത്രയധികം ഡേറ്റാസ് നമുക്ക് കിട്ടിയേക്കാണ്. പക്ഷെ അതിൽ ഓരോ ഡേറ്റയുടെ ഫോമാറ്റ് വ്യത്യാസമുണ്ട് അല്ലേ. ചിലത് ലിങ്കുകൾ വന്നിട്ടുണ്ട്, അതിൽ ടെക്സ്റ്റുകൾ ഉണ്ടാവും, ചില വീഡിയോസ് ഉണ്ടാവും, ചില ഇമേജസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോ കിട്ടിയിട്ടുള്ള ഡേറ്റാസ് അത് കാറ്റഗറൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഫോമാറ്റ് നോക്കി ക്ലാസിഫൈ ചെയ്ത് ആ ഓരോ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡേറ്റാസും നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഫൈനലി അതിൻ്റെ മീനിങ് ഇൻഫർമേഷൻസ് കണ്ടെത്താനായിട്ട്. അതാണ് നമ്മളുടെ ഒരു അൺസ്ട്രക്ചേർഡ് ബിഗ് ഡേറ്റയ്ക്ക് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ബിഗ് ഡേറ്റ വെറൈറ്റി എന്ന് പറയുന്നത് സെമി സ്ട്രക്ചേർഡ് ആണ്. ഓക്കെ, ഇത് ഇപ്പം എന്താ പറയുക, രണ്ടും മിക്സപ്പാണ്. അതായത് അൺസ്ട്രക്ചേർഡ് ഉണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സെമി സ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഫോമിലാണെങ്കിൽ തന്നെയും അതിൽ ആക്ച്വലി ഒന്നും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു XML ഫയലിൽ പേഴ്സണൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. അത് ഓരോ വ്യക്തിയുടെ പേര്, അവരുടെ ജെൻഡർ, ഏജ് ഇതൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഓരോ ആൾക്കാരുടെയും ആ തരത്തിലുള്ള പേഴ്സണൽ റെക്കോർഡ് ഏത് ഫൊമാറ്റിലാണെന്നുള്ളത് പറയുന്നില്ല. അപ്പം ഈ ഒരു ഫോമിലായതുകൊണ്ടാണ് അതിൽ ഒരു പർട്ടിക്കുലർ ഫോം ഉണ്ട് എന്നാൽ അതിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു സെമി സ്ട്രക്ചർ ബിഗ് ഡേറ്റ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.